വിശേഷിച്ച് ഇൽമിന്റെ വഴിയിലേക്ക്, വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് ഓടി വരണം. ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി വിജ്ഞാനീയങ്ങളാണ്, പഠിച്ചെടുക്കലാണ്. ദീനീ ക്ലാസുകൾ കേൾക്കുന്നത് അത് ഓൺലൈനോ ഓഫ്ലൈനോ സദസ്സിൽ ചെന്നിട്ടോ അല്ലാതെയോ വായിച്ചു പഠിച്ചിട്ടോ ഒരു ഉസ്താദിന്റെ ഗുരുനാഥന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ടോ പഠിച്ചെടുക്കി. പഠനമല്ലാതെ നമ്മുടെ മുമ്പിൽ മനുഷ്യനായി വേർതിരിക്കുന്ന മറ്റെന്തുണ്ട്? പഠനമല്ലാതെ മറ്റെന്തുണ്ട്? പഠനമല്ലാതെ മനുഷ്യന് വില നൽകുന്ന മറ്റെന്താ ഉള്ളത്? അബൂ മുആവിയ റളിയല്ലാഹു അൻഹു, അബൂ മുആവിയ എന്ന് പറയുന്ന ഹാറൂൻ റഷീദിന്റെ കാലത്ത് അബൂ മുആവിയ തുത്തരീഖ്, കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് വലിയ പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ്. കണ്ണിന് കാഴ്ചയില്ല. കൊട്ടാരത്തിലേക്ക് വന്നു, ഭക്ഷണം കഴിച്ചാൽ പിന്നെ കൈ കഴുകണല്ലോ. കണ്ണുള്ള ആളുകളൊക്കെ വെള്ളമെടുത്ത് കൈ കഴുകി. ആനായ അബൂ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൈ കഴുകാൻ വെള്ളമൊഴിച്ചു കൊടുക്കണം. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ ഹാറൂൻ റഷീദ് ചോദിച്ചു, യാ അബാ മുആവിയ, അബൂ മുആവിയ, കണ്ണ് കാണാത്ത അബൂ മുആവിയ തങ്ങൾ വിളിക്കുകയാണ്, യാ അബാ മുആവിയ, അറിയോ ആരാ നിങ്ങൾക്ക് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു തരുന്നതെന്നറിയുമോ? അറിയില്ല. ഇത് ഞാനാണ്, അമീറുൽ മുഅ്മിനീനാണ്, ലോക മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയാണ്. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ഹാറൂൻ റഷീദ് രാജാവ് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, യാ അബാ മുആവിയ റഫഅകൽ ഇൽമ്, ഇൽമു നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു. ഇജ്ലാലൽ ഇൽമി, കണ്ണു കാണാത്ത ആളാണ്, പക്ഷേ നിങ്ങളുടെ പാണ്ഡിത്യത്തിന് ഞാൻ നൽകുന്ന വിലയാണിതെന്ന് പറഞ്ഞ് രാജാവാണ് കണ്ണു കാണാത്ത അബൂ മുആവിയ തങ്ങൾക്ക് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇൽമു മനുഷ്യനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു. അല്ലാമ മക്ഹൂൽ റളിയല്ലാഹു അൻഹു, മുഅല്ലിമീങ്ങളിൽ ഉസ്താദുമാരിൽ മക്ഹൂൽ എന്നവരെ കേൾക്കാത്തവരില്ല. കാന അബ്ദൻ റഖീഖ, അടിമയായിരുന്നുവല്ലോ മക്ഹൂൽ റളിയല്ലാഹു അൻഹു. അടിമയാണ്. ഈജിപ്തിൽ വെച്ചുകൊണ്ടാണ് അവരുടെ അടിമത്തം മോചിപ്പിക്കപ്പെടുന്നത്. അടിമത്ത മോചനം കിട്ടിയപ്പോ മഹാനവറുകൾക്ക് യഥേഷ്ടം നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. എന്നിട്ട് പറഞ്ഞു, ഈജിപ്തിലുള്ള സർവ്വ പണ്ഡിതന്മാരെയും ഞാൻ കണ്ടു, അവരിൽ നിന്ന് മുഴുവനും ഞാൻ ഇൽമു പഠിച്ചെടുത്തു. ഈജിപ്തിൽ നിന്ന് മുഴുവൻ, കോഴിക്കോടുള്ള മുഴുവൻ, ഈ മഹല്ലിലുള്ള മുഴുവൻ ഇൽമു നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഈജിപ്തിലെ മുഴുവനും പഠിച്ചു എന്ന് പറഞ്ഞു. അതും നിർത്തിയോ? മക്ഹൂൽ എന്നവരെ നിർത്തിയില്ല. അടിമയായിരുന്നവര് അടിമോചനം കിട്ടിയതിന്റെ ശേഷം പഠനയാത്രയാണ്, പഠിക്കാൻ വേണ്ടി ഇറങ്ങാം. വായിച്ച് തളരുമ്പോൾ എഴുതി അത് തളരുമ്പോൾ പിന്നെയും വായിച്ച്, ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒരു കാര്യം തീർന്നാൽ അടുത്തതിലേക്ക് എഴുന്നേൽക്കുക. സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരം. അവര് പറഞ്ഞു, ഇറാഖിലേക്ക് ഞാൻ പോയി. എന്താ ഇറാഖ്? എന്താണ് ഇറാഖ് എന്ന് പറയുന്നത്? വിജ്ഞാനത്തിന്റെ ഗോപുരങ്ങളല്ലേ ബഗ്ദാദിലും കൂഫയിലും ബസറയിലും കിടക്കുന്നത്. ഇറാഖിലെ മൊത്തം പണ്ഡിതന്മാരെ ഞാൻ ചെന്ന് കണ്ടു, അവരിൽ നിന്ന് ഞാൻ ഇൽമു പഠിച്ചു എന്ന് മക്ഹൂൽ എന്നവര്. ഈജിപ്ത് കഴിഞ്ഞ് ഇറാഖ് കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അസൈതു മക്കത വൽ മദീന, മദീനയിലും മക്കയിലും ഞാൻ വന്നു, അവിടെ താലിമീങ്ങളിൽ നിന്ന് മുഴുവനും ഞാൻ ഇൽമു പഠിച്ചിട്ടുണ്ട്. മക്ഹൂൽ റളിയല്ലാഹു അൻഹു, മക്ഹൂൽ എന്നവര് പറയാം, അവിടെ നിന്ന് മുഴുവൻ ഇൽമു പഠിച്ചു. മക്ക മദീനയിൽ നിന്ന് കഴിഞ്ഞില്ല. വഅസൈതു ശാം, അത് മാത്രമേ ബാക്കിയുള്ളൂ. ഏഷ്യൻ കോണ്ടിനെന്റിൽ ഏറ്റവും കൂടുതൽ ഇൽമിന്റെ പ്രചരണം നടന്ന ഹിജാസിന്റെ അങ്ങറ്റം കിടക്കുന്ന ഷാമിൽ ഞാൻ ചെന്നു. ഷാമാണ് ഇന്നത്തെ ജോർദാൻ, ഇന്നത്തെ ഫലസ്തീൻ, ഇന്നത്തെ സിറിയ, ഇന്നത്തെ ലബനോൻ ഷാമാണ്. അവിടെ ചെന്ന് മുഴുവൻ പണ്ഡിതരെയും കണ്ട് ഞാൻ ഇൽമു പഠിച്ചിട്ടുണ്ട് എന്ന്. അടിമത്ത മോചനത്തിന് ശേഷം മാത്രം രാജ്യങ്ങൾ മുഴുവനും ജീവിതത്തിന്റെ ചര്യയായിരുന്നവത്. അങ്ങനെ പഠനം നടത്തിയ മഹാനാണ്. നമ്മുടെ കിതാബുകളിൽ ഉസ്താദുമാരും മുഅല്ലിമീങ്ങളും ഒക്കെ ഇന്ന് ചൊല്ലിക്കൊടുക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാമ മക്ഹൂൽ റളിയല്ലാഹു അൻഹു. ഷാമും ഇറാഖും മക്കയും മദീനയും മിസ്റും എല്ലാം ഞാൻ പഠിച്ചു. ഇതൊക്കെ പറയണമെങ്കിൽ ധൈര്യം വേണ്ടേ? ഇത്രയും വലിയ പഠനം നടന്നു. അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കേൾക്കാത്ത ആളുകളുണ്ടോ പണ്ഡിതന്മാരിൽ? അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു കാന അബ്ദൻ ലിനിസാഇ മക്ക, മക്കയിലെ ചില പെണ്ണുങ്ങളുടെ അടിമയായിരുന്നു മഹാനവറുകൾ. സബ്ബത്തുൽ അൻഫ്, മൂക്കൊക്കെ ചപ്പിപ്പോയി, വളരെ വികൃതമായ രൂപമായിരുന്നു. കറുത്തവർഗക്കാരനാണ്, കാണാൻ തീരെ ഭംഗിയില്ലാത്ത ആളാണ്. കാന അഅ്വറ, ചില തർജുമകളിൽ മഹാനവറുകളെ സംബന്ധിച്ച് പറയുന്നത്
അവരുടെ ബയോഗ്രഫിക്കാണ് അറബിയിൽ തർജുമ എന്ന് പറയാം, നമ്മള് പരിഭാഷ എന്ന് പറയും. പക്ഷേ അവരുടെ ബയോഗ്രഫികളിൽ മഹാനവറുകൾ ഒറ്റക്കണ്ണുള്ള ആളായിരുന്നത്രേ. ഒരു കണ്ണേ ഉള്ളൂ, മൂക്ക് വളരെ ചപ്പിപ്പതിഞ്ഞത്, ശരീരം കറുത്തത്, അടിമയായിരുന്നു മക്കക്കാരുടെ. ആ മഹാനായ പണ്ഡിതനാണ് ലോക മുസ്ലിമീങ്ങൾക്ക് ഫത്വ നടത്തുന്ന. മക്കായിൽ ഒരു ആലിമ പോലും ഫത്വ കൊടുക്കില്ലായിരുന്നു. മഹാനായ അസ്മാഉ ബിൻ അബീ റബാഹ എന്നവർ ജീവിച്ചിരിക്കുമ്പോ എന്തുകൊണ്ട് അടിമത്തത്തിൽ നിന്ന് മോചനം വിജ്ഞാനത്തിലൂടെയാണ്? നമ്മൾ വിചാരിച്ചു മനുഷ്യന് സ്ഥാനം കിട്ടുന്നത് പൈസയിലൂടെയാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ പൈസക്ക് പിന്നാലെ ഓടാൻ തുടങ്ങിയത്, അല്ലേ? അങ്ങനെ മനുഷ്യന്മാർ ചിന്തിക്കുക, പൈസ കൊണ്ടാണ് ജീവിതം എന്ന് ചിന്തിക്കുക. അതിനുവേണ്ടിയാണ് ഓട്ടം, പൈസയുണ്ടാക്കാനാണ് ഓട്ടം. നട്ടോട്ടം ഓടുന്ന നമ്മുടെ നഗരങ്ങളിലൂടെ, റോഡുകളിലൂടെ, വീഥികളിലൂടെ ഓടുന്ന ബസ്സുകളും കാറുകളും വാഹനങ്ങളും ബൈക്കുകളിൽ മുഴുവനും ബഹുഭൂരിപക്ഷം ഓടുന്നത്, ബഹുഭൂരിപക്ഷത്തിന്റെ യാത്രാ ലക്ഷ്യം ഒരു പക്ഷേ പൈസയുണ്ടാക്കലും സമ്പാദിക്കലും മാത്രമായിരിക്കണം. അതല്ലേ നടക്കുന്നത്. വിജ്ഞാനം തേടിയുള്ള യാത്ര എത്രയാ നടക്കുന്നത്? വളരെ കുറച്ച്. ത്യാഗം ചെയ്യാനുള്ള യാത്ര എത്രയാ നടക്കുന്നത്? വളരെ കുറച്ച്. മനുഷ്യൻ വിചാരിച്ചു സ്ഥാനം കിട്ടുന്നത് സമ്പത്തിലൂടെയാണെന്ന്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാലഘട്ടം വന്നിരിക്കുന്നു അല്ലാഹു തആല മഹത്വത്തിന്റെ മാപ്പിനികളായി വെച്ചത്, മഹത്വത്തിന്റെ ക്രൈറ്റീരിയകളായി വെച്ചത് മനുഷ്യൻ മാറ്റി എഴുതിയിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണെന്ന് അല്ലാഹു പറഞ്ഞു. മനുഷ്യൻ പറഞ്ഞു എന്ത്? അല്ല, അഅ്ദമുകും ബൈത, നിങ്ങളിൽ വലിയ വീട് വെക്കുന്ന ആളുകളാണ് എന്ന് മനുഷ്യൻ അതിനെ തിരിച്ചെഴുതി എന്ന് അന്ന് പറഞ്ഞു മഹാനായ നബിയുടെ സ്വഹാബി തങ്ങളായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മനുഷ്യന്മാർ അങ്ങനെ മാറ്റി എഴുതിയിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു, അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ ഇൽമുള്ളവരാണ്, പഠിച്ചവരാണ്, ആലിമീങ്ങളാണ്, മുഅല്ലിമീങ്ങളാണ്, മുതഅല്ലിമീങ്ങളാണ്. അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ഉലമാഉൽ ആഖിറ, പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഉലമാഉ ദുനിയയല്ല, ഉലമാഉൽ ആഖിറ. അവരാണ് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും സ്ഥാനമുള്ളവർ, അവരാണ് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും സ്ഥാനമുള്ളവര്. ഇത് പറഞ്ഞ് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ മാറ്റി ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് സമ്പത്തിന്റെ പിന്നാലെ ഓടിയത്, മാതാപിതാക്കളോട് പിണങ്ങിയത്, ജ്യേഷ്ഠത്തിയോട് അനിയത്തിയോട്, ജ്യേഷ്ഠനോട് അനുജനോട് ജീവിതകാലം മുഴുവനും മിണ്ടാതെ മുഖം കറുപ്പിച്ച് ശരാം പോലും മടക്കാതെ നടന്നത് എന്തിന്റെ പേരിൽ? 2 സെന്റ് ഭൂമി കയ്യിൽ കിട്ടാത്തതിന്റെ പേരിൽ അല്ലേ? അങ്ങനെയല്ലേ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായത്, എളാപ്പയും മൂച്ചാപ്പയും മിണ്ടാതായത്, അമ്മാവന്മാരോട് എളാമ മൂച്ചമ്മമാരോട് മിണ്ടാതായത് സമ്പത്തിന്റെ പേരിലല്ലേ? എന്ത് വിചാരിച്ചു? ഇത് കിട്ടിയാൽ എനിക്കെന്തോ സ്ഥാനം കിട്ടുന്നു. ഇത്ര മുതലാളിമാർ ലോകത്ത് കഴിഞ്ഞുപോയി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അവരെ? ആൾക്കാർ കഴിഞ്ഞുപോയി. ജനങ്ങൾക്ക് നന്മ ചെയ്ത മുതലാളിമാരെ ഓർക്കും. അവരവരുടെ കുടുംബം കുറെ സമ്പാദിച്ചു, അതുകൊണ്ടൊക്കെ എന്ത് മെച്ചുണ്ടായി. മരിച്ചാണെങ്കിലും മനുഷ്യന്മാര് പറയും അല്ലേ? വിജ്ഞാനിയെ കൊണ്ടാണ് അല്ലാഹു ഉയർച്ച. അതുകൊണ്ട് ഈ ഉമ്മത്ത് ഇഖ്റഇന്റെ ഉമ്മത്താണ്. വിശുദ്ധ റമളാനിന്റെ 24ന്റെ രാത്രിയിലായിരുന്നത്രേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങൾ ഇറങ്ങുന്നത് റമളാൻ 24നായിരുന്നു. റമളാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് ഖുർആൻ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് 1 ആകാശത്തേക്ക് വന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലല്ല, 24ന്റെ രാവിലാണ്. ഇരിക്കട്ടെ, എന്താണ് ഇറങ്ങിയത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. വായിക്കുക നബിയേ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അങ്ങേ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം. അപ്പോഴാണ് യുക്തിവാദമില്ലാതിരിക്കുക. സൃഷ്ടാവുണ്ട്, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനുണ്ട് എന്നറിയണം. ആ നാമത്തിൽ നിങ്ങൾ വായിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ ഒരു സെൻസിറ്റീവ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, അലഖയിൽ നിന്ന് പടച്ചവനാണ് അല്ലാഹു. ഇഖ്റ വറബ്ബുകൽ അക്രം, വായിക്കണം നബിയേ, അല്ലാഹു ഔദാര്യവാനാണ്. നിഅമത്ത് കിട്ടണമെങ്കിൽ വായിക്കണം. അനുഗ്രഹം വേണോ? പഠിക്കണം. ജീവിതത്തിൽ സമയം ചെലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനത്തിന് വേണ്ടിയല്ലേ അസ്മാഉ ബിൻ അബീ റബാഹ എന്ന അടിമ, മക്കക്കാരികളായ പെണ്ണുങ്ങളുടെ അടിമയായിരുന്ന അസ്മാഉ ബിൻ അബീ റബാഹ, ഒറ്റക്കണ്ണുണ്ടായിരുന്ന, മൂക്ക് പതിഞ്ഞുപോയ, കറുകറുത്ത ശരീരമുള്ള, ഒറ്റക്കണ്ണുണ്ടായിരുന്ന അസ്മാഉ ബിൻ അബീ റബാഹിന്റെ മുമ്പിലാണ്
പ്രഗത്ഭരായ ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരികൾ ഡോറിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തിരിക്കും വാതിൽ തുറക്കാൻ, മഹാനവറുകളുടെ മുമ്പിൽ ചെന്ന് ചോദിക്കാൻ. തൊണ്ട കൊണ്ട് എന്ന് തൊണ്ട അനക്കിയാലല്ലാതെ അത്താതങ്ങളോട് ചോദ്യം ചോദിക്കാൻ അത് ധൈര്യപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ ഹൈബത്തൻ ലഹു ഇജ്ലാല, ബഹുമാനം കൊണ്ടേ തൊണ്ട അനക്കുമ്പോ അതിന്റെ അർത്ഥം ചോദിച്ചോളൂ, മറുപടി തരാം. അല്ലെങ്കിൽ അവർ ചിന്തയിലായിരിക്കും, ആലോചനയിലാണ്, പഠനത്തിലാണ്. തൊണ്ടനക്കി കഴിഞ്ഞാൽ ചോദിക്കാനുള്ള സമയമാണ്. അങ്ങനെ അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ മഹാനായ ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരി, അദ്ദേഹം റിഖയിലേക്ക് വന്നു. റിഖയിലേക്ക് വന്നപ്പോഴാണ് ഒരുപാട് ആളുകളുണ്ട്, കൂടെ പോലീസുകാരുണ്ട്, പാറാവുകാരുണ്ട്. ഈ ലൈറ്റ് ഉണ്ടായിരിക്കുന്നല്ലേ, ഇവിടെ ഇച്ചിരി ചൂട് കൂടുതലാണെന്ന്. റിഖയിലേക്ക് വന്നപ്പോ കൂടെ ഒരുപാട് പോലീസുകാരുണ്ട്, പാറാവുകാരൊക്കെ ഉണ്ട്. ഈ രംഗം ഹാറൂൻ റഷീദിന്റെ ഭാര്യയുണ്ട്, ഉമ്മുവലതുണ്ട്, മഅ്മൂനിന്റെ ഉമ്മുവലത്. അവരിങ്ങനെ കൊട്ടാരത്തിന്റെ മീതെന്ന് കാണുന്നുണ്ട്. ഹാറൂൻ റഷീദ് പുറത്തിറങ്ങിയപ്പോ ഒരുപാട് ആളുകൾ കൂടെ ഇങ്ങനെ നടക്കാൻ. കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾ അവിടെ നിന്ന് പെട്ടെന്ന് ചിന്നിച്ചിതറുന്നത് കണ്ടു. ആളുകൾ ചെരുപ്പക്കെട്ട് ഓടുകയാണ് ഒരാളുടെ അടുത്തേക്ക്. എല്ലാവരും ഓടി. അവിടെ ആകമാനം പൊടിപടലമായി. ഹാറൂൻ റഷീദ് എന്ന രാജാവ് ചിന്തിച്ചു, ഞാനുണ്ടായിരിക്കെ ഇങ്ങോട്ടാ ഇവരൊക്കെ ഓടുന്നത്. നോക്കുമ്പോൾ മറ്റാരുമല്ല, ആലിമു റിഖ കണ്ട പ്രഗത്ഭനായ ആലിം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അവിടെ വന്നിരിക്കുകയാണ്. ആ മഹാനവരുടെ കൈപിടിച്ചു മുത്താൻ, ആ മഹാനവരുടെ കൂടെ നിന്ന് മഹാനവകളിൽ നിന്ന് പുണ്യം വാങ്ങിക്കാൻ വേണ്ടി മുഴുവൻ ആളുകളും ഓടിയപ്പോഴാണ് ഹാറൂൻ റഷീദിന്റെ ഭാര്യ പറഞ്ഞത്, വല്ലാഹി ഹാദൽ മുൽക്ക് വമഅ്മൂൻ അമീറുൽ മുഅ്മിനീന ബിശ്ശുറത്തി വൽ അസസ്. ഹാറൂൻ റഷീദ് ഭരണാധികാരി തന്നെ, പക്ഷേ ഹാറൂൻ റഷീദിനെ ഭരിക്കണമെങ്കിൽ പട്ടാളക്കാർ വേണം, പോലീസുകാർ വേണം. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന് പറയുന്ന ഈ മഹാപണ്ഡിതൻ കണ്ടില്ലേ, പോലീസുകാരും പാറാവുകാരും ഒന്നുമില്ലാതെ ജനങ്ങൾ കൊടുക്കുന്ന ഈ സ്ഥാനവും ജനങ്ങളുടെ ഈ അംഗീകാരവും ജനങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കണ്ടില്ലേ. ഹാദൽ മുൽക്ക്, ഇതാണ് രാജാധികാരം. പണ്ഡിതന്റേതാണ് രാജാധികാരം, രാജാവിന്റേതല്ല എന്ന് രാജാവിന്റെ ഭാര്യയെ കൊണ്ട് പറയിപ്പിച്ചത് ഇൽമിന് അല്ലാഹു നൽകിയ മഹത്വമാണ്. അതുകൊണ്ട് പഠനത്തിന് സമയം ചെലവഴിക്കുന്ന നമ്മുടെ മക്കളെ ഏറ്റവും നല്ല പഠിക്കുന്ന മക്കളാവട്ടെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.